ഉസ്താദ് OCD കാരണം നല്ല പ്രയാസമുണ്ട്, ഒരാഴ്ച നിസ്കരിക്കാൻ തന്നെ പറ്റിയില്ല. ഇപ്പോൾ പീരീഡ്സ് കഴിഞ്ഞിട്ട് പ്യൂരിറ്റി ഓരോ ഡോട്ട്സ് വന്നിട്ട് 16 ഡേയ്സ് കഴിഞ്ഞു. ഗുസ്ലെടുക്കുന്ന ആലോചിക്കുമ്പോൾ പേടിയാവുക, കാരണം കുറേ നേരം എടുക്കുമെന്നൊക്കെ ചോദിച്ചിട്ട് ഉളു എടുത്ത് തീരാത്തതുകൊണ്ട് ഞാൻ നിസ്കരിക്കാൻ പറ്റും. ഇത് വലിയ അപകടമാണ്. യഥാർത്ഥത്തിൽ OCD ഉള്ള മുഴുവൻ ആളുകളും, അതായത് വസ്വാസുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിൻ്റെ പര്യവസാനം ഇതാണ്. നിങ്ങൾ പലപ്പോഴും ഞാൻ നല്ലതാണ് ചെയ്യുന്നത്, ഞാനിതിലൂടെ ഹൈറാണ് ചെയ്യുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് പലരും എന്ത് ചെയ്യുന്നത്, വീണ്ടും ഒളു കൊടുക്കുന്നത്, വീണ്ടും കുളിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കണ്ടില്ലേ, അവസാനം കൊണ്ടെത്തിക്കുന്നത് പിശാച് നമ്മൾ നിസ്കാരത്തിൽ നിന്ന് തന്നെ നമ്മൾ ഇല്ലാതാക്കാനാണ്. അപ്പോൾ അതിൻ്റെ ആരംഭമുള്ള ആളുകൾ ശ്രദ്ധിച്ചോളൂ. ഇത് അവസാനത്തിൽ പിശാച് നമ്മൾ നിസ്കാരം തന്നെ ഇല്ലാണ്ടാക്കാനാണ് പിശാചിൻ്റെ പരിപാടി. അപ്പോൾ ആദ്യമാണെങ്കിൽ ത്വഹാറത്തിൻ്റെ വിഷയത്തിൽ, ശുദ്ധീകരണത്തിൻ്റെ വിഷയത്തിൽ കുറേ പ്രാവശ്യം ഒളു എടുപ്പിച്ച് അങ്ങനെ ആക്കി. ഇപ്പോൾ ഒരു പുരുഷനാണെങ്കിൽ പള്ളിയിലേക്ക് പോകുന്നത് ലേറ്റാക്കും, നിസ്കാരം ജമാഅത്ത് പോകും, പിന്നീട് നിസ്കാരത്തിൻ്റെ വക്ത് തന്നെ പോകും, പിന്നെ മടുത്ത് നിസ്കാരം തന്നെ ഒഴിവാക്കും. നമ്മൾ മനസ്സിലാക്കണം എന്താണ് അതിൻ്റെ പരിഹാരം. ഒന്ന് അള്ളാഹുവിനോട് നന്നായി ദുആ ചെയ്യുക, കാരണം പൈശാചികമായ ഷർറാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്യുക. രണ്ടാമത്തത്, എന്താണോ പിശാച് നമ്മളോട് പറയുന്നത് അതിനെതിരെ നമ്മൾ ചെയ്യുക. വീണ്ടും ഒളു എടുക്കാൻ പറഞ്ഞാൽ ഒളു എടുക്കണ്ട, ഒരു പ്രാവശ്യം ഒളു എടുത്തിട്ട് നേരെ പോയി നിസ്കരിക്കുക. കൈ കെട്ടും അല്ലാഹു അക്ബർ, ശരിയായോ അല്ലാഹു അക്ബർ എന്ന് തന്നെ പറഞ്ഞു, അതൊക്കെ പിശാച് ഉണ്ടാക്കുന്നതാണ്. അല്ലാഹു അക്ബർ ഒറ്റ പറച്ചിൽ നേരെ നിസ്കരിക്കുക. ഈ രൂപത്തിൽ നമ്മൾ പിശാച് ചെയ്യാനിങ്ങനെ മന്ത്രിക്കുന്ന കാര്യത്തിനെ നമ്മൾ കംപ്ലീറ്റ്ലി നെഗ്ലക്റ്റ് ചെയ്യുക, ഒഴിവാക്കുക, എന്നിട്ട് നമ്മൾ ചെയ്യുക. അത് വല്ലാത്ത അപകടമാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരു വീക്ക് നിസ്കരിക്കാതിരുന്നു എന്ന് പറഞ്ഞാൽ വലിയ ഗൗരവമുള്ള കാര്യമാണ്. അതേപോലെ ഇതിൽ പറഞ്ഞ പീരിയഡ്സിൻ്റെ കാര്യമൊക്കെ വ്യക്തമായിട്ടുള്ള നിയമങ്ങൾ ദീനുൽ ഇസ്ലാമിലുണ്ട്. അത് ചോദിച്ച് പഠിക്കുക. എപ്പോഴാണ് ഹൈൽ, എപ്പോഴാണ് തുഹർ, ശുദ്ധി, അതിനനുസരിച്ച് ചെയ്യുക. അല്ലാണ്ട് നമ്മൾ വസ്വാസിനനുസരിച്ചിട്ട് കുളിക്കാതെ നമ്മൾ കൂടുതൽ ദിവസം ഹൈൽ കഴിഞ്ഞിട്ടും കുളിക്കാതെ പോയ കുറ്റക്കാരിയാവും. ഹൈലിൻ്റെ ദിവസം 6 or 7 ചില ആളുകൾ കൂടുതലുണ്ടാകുമ്പോൾ ആ ദിവസത്തിൽ നിസ്കരിക്കേണ്ടതില്ല, നോമ്പെടുക്കാൻ പാടില്ല. എന്നാൽ അത് കഴിഞ്ഞ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം, നിസ്കരിക്കാൻ കയറണം. അത് കഴിഞ്ഞ ഉടനെ പിന്നെ ശുദ്ധിയായി നിസ്കരിക്കണം. അല്ലാതെ വസ്വാസ് കാരണത്താലും മറ്റു വൈകിപ്പിക്കുക എന്നുള്ളത് പാടില്ല. അവർക്ക് ആ ഉദ്ർ കിട്ടൂല.